എക്സ്ക്യൂസ് മീ. കറക്റ്റ് ബാറിന്റെ അറ്റ്മോസ്ഫിയർ. അതെ അതെ കറക്റ്റ്. ഇതെവിടെ പൈസ കൊടുക്കുന്ന സ്ഥലമാണ്, ബാറല്ല. അല്ല അതെനിക്കറിയാം. ഇവിടെ എന്താ എഴുതി വെച്ചേക്കുന്ന പറയാം നേടാം പണം നേടാം എന്നല്ലേ. അതെ. ഞാൻ ഈ ഡെയിലി രണ്ടെണ്ണം കഴിക്കുന്ന ആളാണ്. അതും രണ്ടെന്ന് പറയും വെറുതെ. ഞങ്ങള് കള്ളുകൂടിമാരല്ല അങ്ങനെയാണല്ലോ, രണ്ടെന്നേ പറയുള്ളൂ. ബാക്കിയുള്ളത് ആദ്യത്തെ രണ്ട് കഴിഞ്ഞാൽ പിന്നുള്ള എണ്ണം തെറ്റും. അതാണ് അതിന്റെ. പിന്നെ എവിടെ നിൽക്കുന്ന അറിയത്തില്ല. എങ്ങനെ സഹിക്കുന്നതോ തന്നെ തന്റെ ഭാര്യ? അയ്യോ, ഞാൻ ഇവിടുന്ന് രണ്ടെണ്ണം അടിച്ചിട്ട് എന്റെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്നാ അവള് ഫുൾ വയലൻസ് വയലൻസ് വയലൻസ്. അപ്പോൾ താൻ എന്ത് ചെയ്യും? ഞാൻ സൈലൻസ് സൈലൻസ് സൈലൻസ്. അതാണ് നമുക്ക് വിളിച്ചിട്ടുള്ളത്. അല്ല തൊലിക്കട്ടിയുടെ ഓ അപാര തൊലിക്കട്ടി. എം ജി സാറേ, വെറുതെ 10 പേരുടെ തല്ലുകൊണ്ട് തൊലിക്കെട്ടി ഉണ്ടാക്കിയവനല്ല ഞാൻ. എന്നെ തല്ലിയവരെല്ലാരും എന്നെക്കാൾ തൊലിക്കെട്ടിയുള്ളവരായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു ആ പറയാൻ നേടാം എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് ഞാൻ ആ പൈസ രണ്ടെണ്ണം അടിച്ചിട്ട് ഞാൻ വീട്ടിൽ പോകാം. ഒരു കാര്യം ചെയ്യ, പൈസയൊക്കെ തരാം. ഒന്ന് പോയി കുളിച്ച് വൃത്തിയായിട്ട് എല്ലാം അലക്കി എല്ലാം കൂടെ ഒന്ന് എന്നാ ഞാൻ പോയിട്ട് ഓടി വരാം. അല്ല എന്തോ ബ്രാൻഡ്? നമുക്കങ്ങനെ ബ്രാൻഡ് ഒന്നും ഇല്ല. അടിച്ചാ ബ്രാൻഡ് അത്രേ ഉള്ളൂ. പോയിട്ട് വരാം. എന്നാലും സാറ് പറയുന്ന സാധനം ഞാൻ ഇപ്പൊ കൊണ്ടുതരും. OCR കിട്ടും. OCRന്റെ ആളാണല്ലേ ചുദ്രക്കുട്ടൻ. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ. എനിക്കും 2 എപ്പോ തന്നത് ചോദിച്ചാൽ എക്സ്ട്രാ പൈസ ഞാൻ തരും. ഓക്കെ. അപ്പൊ ജയ് ശക്തിമാൻ ഹനുമാൻ. എന്ത് വൃത്തിയായി എന്റെ പൊന്നമ്മച്ചിയെ വേൽമുരുക. അല്ല പോയിട്ട് അടിച്ചു നിറച്ച് കുളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടതല്ലേ. അപ്പോ പ്രേക്ഷകർക്ക് വേണ്ടി പറയാണ്, ഇത് അജീഷ് കോട്ടയം. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് പ്രോഗ്രാംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എത്രയോ ഒരു 10-15 വർഷത്തിന് മുമ്പ് തൊട്ട് കണ്ടമാനം സ്റ്റേജുകൾ ഈ കോവിഡ് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയും നമ്മൾ ചെയ്യും അല്ലേ? ഒരുപാട് സ്ഥലത്ത് പ്രോഗ്രാം പോയി. പക്ഷെ ഹൈദരാബാദ് എന്നൊരു സ്ഥലത്ത് പ്രോഗ്രാം പോയപ്പം നല്ല പിട കിട്ടി, അടി കിട്ടി. കിട്ടി. അതെങ്ങനെയാണ്? അത് ഭയങ്കര ഒരു ഞങ്ങൾ 3 പേരെ പ്രോഗ്രാമിനുണ്ടായിരുന്നുള്ളൂ. ഞാൻ വിനു അയ്യമ്പുഴ, ആൻഡു എന്ന് പറയുന്ന ചാലക്കുടിയിലുള്ള ആൻഡു. ഞങ്ങൾ 3 പേരാണ് പോയത്. ഈ 3 പേര് അന്ന് ധാരാളം സ്കിറ്റുകൾ കളിക്കും. 3 പേരുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന തമാശകളായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം സ്റ്റേജിൽ നമ്മൾ ഒരു ഇൻട്രോ ഉണ്ടല്ലോ. അപ്പോൾ ആ ഇൻട്രോയ്ക്ക് ഞാൻ എൻ്റെ കള്ളിമുണ്ടിനകത്ത് ഉടുക്കുന്ന നമ്മുടെ വരയൻ ട്രൗസർ എല്ലാം അകത്തിട്ട് അണ്ടർവെയർ അത് അകത്തിട്ട് ജീൻസൊക്കെ ഇട്ട് പെട്ടെന്ന് ഇത് റിമൂവ് ചെയ്ത് പെട്ടെന്ന് മാറ്റി ചേഞ്ച് ചെയ്ത് മാറ്റാവുന്ന രീതിയിൽ ആദ്യം തന്നെ വന്നു. എല്ലാവരോടും 2 വാക്ക് സംസാരിച്ചു, കൈ കാണിച്ചു. നേരെ സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിലേക്ക് കിറ്റിനകത്ത് എൻ്റെ ഡ്രസ്സെല്ലാം കൊണ്ടുപോയി. അവിടെ നിന്ന് ഞാൻ മദ്യപാനിയുടെ വേഷത്തിൽ ഇവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ പറഞ്ഞ ഒച്ച വെച്ച് നമ്മുടെ ഓഡിയൻസിനിടയിൽ കൂടെ ഇങ്ങനെ വരികയാണ്. ഈ വരുന്ന വരവിൽ ഞാൻ നോക്കുമ്പോൾ കമ്മിറ്റിക്കാരവിടെ നിന്ന് ഒരു റേസിങ്ങിന് വരുന്ന പോലെ ഇങ്ങോട്ട് വരുന്നുണ്ട്. വന്നു, ഒരാൾ പിടിക്കുന്നു, അടുത്ത ആളുടെ കയ്യിലേക്ക് ഇടുന്നു, അവിടുന്ന് കൊണ്ടുപോകുന്നു, ഇടിച്ച് ഭിത്തിയെ കയറ്റി ഇങ്ങനെ പൊക്കി നിർത്തിയേക്കാം. അപ്പം നമ്മുടെ കൂട്ടത്തിൽ വന്ന ബിനു അയ്യമ്പുഴ ചേട്ടനും അതുപോലെ തന്നെ ആൻഡു കൂടെ വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ആർട്ടിസ്റ്റാണ് എന്ന് പറയുന്നുണ്ട്. ഈ ഇടി എനിക്ക് കിട്ടാൻ കാരണം പിന്നീട് വൈകുന്നേരം ഇവർ റൂമിൽ വന്ന് സോറി പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് കൂടി. അപ്പോൾ ആ സമയത്താണ് ഇതിൻ്റെ യഥാർത്ഥ കഥ പറയുന്നത്. അവിടെ ഇതിനു മുമ്പ് മലയാളി അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ ഈ സെയിം അവസ്ഥയിൽ അവിടെ ഈ ഹൈദരാബാദീസും തമിഴന്മാരും ഒക്കെ ഉള്ളവരാണ്. അവർ ഈ മറ്റേ പാവാട പോലെ മുന്നേ അങ്ങനെയൊക്കെ ഇട്ടിട്ട് വരുന്നത്. അങ്ങനെ പുറത്തുനിന്ന് ഒരു ലോക്കൽ വന്ന് ഏകദേശം എന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ലോക്കൽ വന്ന് അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, വഴക്കുണ്ടാക്കി, ആൾക്കാരുമായിട്ട് തല്ലുമ്പോഴായി പോലീസ് കേസ് ആയതായിരുന്നു. ഇത് നമുക്കറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അവന് കിട്ടേണ്ട ഇടി ഞാൻ മേടിച്ചു. അജീഷേ, അതാണ് പറയുന്ന സമയം അല്ലേ? അതെ അതെ, ഓരോന്നിനും ഉണ്ട് ഓരോ സമയം. ഞാൻ ആലോചിക്കുമായിരുന്നു ഇത്രയും കിലോമീറ്റർ താണ്ടി അവിടെ ചെന്ന് തല്ലും കൊണ്ട് അത് അവന് വെച്ചിരുന്നത്. ഈ മിമിക്രി മാത്രമാണോ, വേറെ ഏതെങ്കിലും പാട്ട് അങ്ങനത്തെ ആ സെക്ടറിൽ ഏതെങ്കിലും പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ നാടൻ പാട്ടുകളാണ്. ഞാൻ കുറേ പാട്ടുകൾ കാസറ്റിൽ പാടാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ കൂടുതലും ഡിവോഷണൽ സോങ് ആണ് പാടിയത്. അപ്പം കൊടുങ്ങല്ലൂർ അമ്മയുടെ പാട്ട്, നമ്മുടെ കൊട്ടാരക്കര ഗണപതി. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഗണപതിക്ക് ഞാൻ കൂട്ടപ്പം വെച്ചു, അദ്ദേഹത്തിന് സമാനമായി. കൊടുങ്ങല്ലൂരമ്മയായാലോ? തീർച്ചയായിട്ടും. തന്നാരോ തന്നാരോ തക തന്നാരോ തക തന്നാരോ 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 തക തന്നാരോ തക തന്നാരോ. കൊടുങ്ങല്ലൂരമ്മ ഭഗവതിക്കുന്നാണല്ലോ കാവുതിണ്ടൽ
ഒട്ടും കൂരവയുമായി കോമരങ്ങൾ തുള്ളിയാക്കുന്നേ. ചെമ്പട്ട് വീശിക്കൊണ്ടാർക്കുന്ന അമ്മയുടെ തിരുകോമരങ്ങൾ എമ്പാടും മഞ്ഞൾ മലർപ്പൊടി തൂമണം വാനിലുയരുന്നേ. തന്നാരോ തന്നാരോ തക തന്നാരോ തക തന്നാരോ 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 തക തന്നാരോ തക തന്നാരോ. ഇതാണ് പാട്ട്. അനിൽ പനിച്ചൂരാൻ്റെ പാട്ടിന്റെ പാരഡി പാടി അദ്ദേഹത്തിന്റെ തന്നെ അപ്രീസിയേഷൻ കിട്ടിയായിട്ട് അത് ഭിലായിൽ. എങ്ങനെയാണത് സംഭവിച്ചത്? അത് ഭിലായിൽ വെച്ചാണ് സാർ. അത് ഞാൻ അന്ന് അദ്ദേഹം അവിടെ ഗസ്റ്റായിരുന്നു. അപ്പോൾ മണിച്ചേട്ടൻ തന്നെ നമ്മുടെ കലാപം മണിച്ചേട്ടൻ്റെ ഷോ ആയിരുന്നു. അപ്പം നമ്മുടെ ഈ സ്കിറ്റിനിടയ്ക്ക് ഞാൻ ഈ കവിതയുടെ 4 വരി പാടാറുണ്ട്. അപ്പോൾ അത് അദ്ദേഹം ഗസ്റ്റായിട്ടിരുന്നത് കൊണ്ട് പാടിയതല്ല, എല്ലായിടത്തും ഞാനത് പാടാറുണ്ടായിരുന്നു. പക്ഷേ അന്ന് അതിന് ഭയങ്കര ഒരു പ്രത്യേകത ഉണ്ടായി. കാരണം അദ്ദേഹം ഇരിക്കുമ്പോൾ ഞാൻ പാടിയതുകൊണ്ട്. അപ്പോൾ അത് ആ സ്കിറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ വേദിയിലേക്ക് കൊണ്ടുവരുന്ന ഇതായിരുന്നു, ഒരു സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹം വേദിയിലേക്ക് വന്നിട്ട് ആദ്യം എന്നെ ഇവിടെ നിന്ന് ആ കള്ളിയോടും കളിച്ച അവനെങ്ങി വിളിച്ചേ എന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, എന്നെ കെട്ടിപ്പിടിച്ചു, അവിടെ നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇത് ഒരു കലാകാരൻ, ഇത് ആരാടാ എഴുതിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ 3-4 പേര് കൂടി എഴുതിയതാണ്. പക്ഷെ അത് വളരെ വൃത്തിയായി, എനിക്ക് പോലും കൊതി തോന്നുന്ന രീതിയിൽ നല്ല ഗംഭീരമായിട്ട് നിങ്ങൾ എഴുതി. അതുകൊണ്ട് ഇവനും ആ എഴുതിയവർക്കും ഒരു വലിയ കയ്യടി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റേജിൽ നിന്ന് പറയുകയും കയ്യടി വാങ്ങിച്ചു തരികയൊക്കെ ചെയ്തു. ഒരു ഭയങ്കര മൊമെൻ്റായിട്ട് ഇപ്പോഴും. അതെങ്ങനെയാണ് ആ പാട്ട്? ആ സാർ, ഇതാണ്. വാറ്റുവീണ മണ്ണിൽ നിന്നുയർന്നു വന്ന ബ്രാൻഡുകൾ ബ്യൂവറേജിൽ 100 പേരിലായി പിറക്കവേ, ആർത്തിമൂത്ത് അന്തിയായാൽ ക്യൂവിലുന്തി നിൽക്കണ്, ആയിരങ്ങൾ നൽകി നമ്മൾ വഴിയിൽ വീണുറങ്ങണ്, ഡെയിലി 4 മുട്ട നൽകും നല്ല നാടൻ കോഴിയെ തൊട്ടടുത്ത ഷാപ്പിൽ കൊണ്ടു കൊടുത്തു കള്ളടിക്കണം, ഭാര്യ കോഴിയെ നോക്കിയിടുമ്പോൾ കണ്ടില്ല എന്നു നടിക്കണം, തെറി പറഞ്ഞു കഥ പറഞ്ഞു മുണ്ടഴിഞ്ഞു വീഴണം. ഇനിയുണ്ടല്ലേ? ഇനിയുണ്ട്, കുറേ ഉണ്ട്. കുറേ ഉണ്ട്. അത് ഇപ്പോൾ ജയചേട്ടൻ പറഞ്ഞാൽ കാണ്ടമായിട്ട് കിടക്കുകയാണ്.